ഇന്ന് കൂടെയുള്ള അതിഥി ഒരു കച്ചവടക്കാരനാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ വെറും കച്ചവടമല്ല കേട്ടോ, നമ്മുടെയൊക്കെ കുടിനീരിൻ്റെ തെളിനീരിൻ്റെ കച്ചവടക്കാരൻ. ഖത്തറിൽ അങ്ങോളം ഇങ്ങോളം ഓടിപ്പായുന്ന വണ്ടികൾ കാണുമ്പോൾ, സഫ വാട്ടറിൻ്റെ വണ്ടികൾ കാണുമ്പോൾ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇതിന് പുറകിൽ ആരായിരിക്കും. അങ്ങനെ അതിന് പുറകിലുള്ള ആൾ തന്നെയാണ് ഇന്നത്തെ അതിഥി. അഷ്റഫിക്കയാണ് ഇന്നത്തെ അതിഥി. അഷ്റഫിക്ക, നമസ്കാരം. നമസ്കാരം. സ്വാഗതം. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ഖത്തറിൽ വന്ന് ഒരു 8 വർഷം മുമ്പ് തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്ന് ഞാൻ പരിചയപ്പെട്ട ആളാണ് അഷ്റഫിക്ക. അതിനുശേഷം ഒരു റിലേഷൻ ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അഷ്റഫിക്കാനെ ഹോസ്റ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഈ ഇപ്പോൾ നമ്മൾ IPL ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, T20 മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഷ്റഫിക്കയുടെ പ്രവാസവും 50 ഒക്കെ കഴിഞ്ഞു. 50 അടിച്ചു. 51 കഴിഞ്ഞു. 51 കഴിഞ്ഞു. 1 years കഴിഞ്ഞു. ഓക്കെ. 51 നിൽക്കാണ്. 52 74 വന്നാണ്. ഓക്കെ. എവിടെ നിന്നാണ് തുടങ്ങിയത്? ഞാൻ എൻ്റെ ചെറുപ്പകാലം പറഞ്ഞു തുടങ്ങാം. ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാവക്കാട് താലൂക്ക് പാവട്ടി പഞ്ചായത്തിൽ ഉള്ള ഒരു ചെറിയ ഗ്രാമമുണ്ട്. അതിൽ പുതുമനശ്ശേരി എന്ന ഗ്രാമം. അവിടെയാണ് ഞങ്ങളുടെ കുടുംബം. ആ ഗ്രാമത്തിൽ 3-4 ഒരു പ്രമുഖ ഫാമിലി എന്ന് പറയാം അക്കാലത്തിൽ. അതിലത്തെ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അപ്പോൾ ചെറുപ്പകാലങ്ങളിൽ പഠിപ്പിലൊക്കെ വളരെ മോശമായിരുന്നു. പിന്നെ കുസൃതിയൊക്കെ ഉള്ളത് കൊണ്ട് ഫാദർ 10-11 വയസ്സിൽ തന്നെ ഹോസ്റ്റലിലൊക്കെ നിർത്തി പഠിപ്പിക്കാൻ തുടങ്ങി. നന്നായി വരാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പഠിപ്പിൽ നന്നായില്ലെങ്കിലും സ്വാഭാവിക രൂപീകരണം അവിടുന്ന് കിട്ടി. കാരണം സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും മറ്റൊക്കെ ഹോസ്റ്റലിലാകുമ്പോൾ അത് വേണമല്ലോ. അത് കിട്ടി. അത് കഴിഞ്ഞ് നാട്ടിൽ പിന്നെ 2 വർഷം നാട്ടിൽ വന്ന് പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ആ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ ഗൾഫിൽ വന്നു. വന്നത് UAE അബുദാബിയിൽ വന്നു. അവിടെ ചെറുവക പല ജോലികളും ചെയ്തു. അപ്പോൾ പല പണികളും ചെയ്യുമ്പോൾ വീട്ടിൽ ആ പണികൾക്കൊക്കെ പല പണിക്കാർ നമുക്കുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ അങ്ങനത്തെ പല ജോലികളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അക്കാലത്ത്. അങ്ങനെ തന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ആളുണ്ട്, മിസ്റ്റർ കുഞ്ഞബ്ദു. അദ്ദേഹമാണ് എന്നെ ഒരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു മാറ്റം. ഞാൻ വിദ്യാഭ്യാസപരമായിട്ട് അത്ര ഉയർന്ന നിലവാരത്തിലല്ലെങ്കിൽ തന്നെ അദ്ദേഹം വന്ന് UAE ആർമഡ് ഫോഴ്സിൽ ജോലി ചെയ്യുന്നതാണ്. അതിനു മുമ്പ് കുറച്ചു കാലം UAE പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദിൻ്റെ അവിടെ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷെയ്ഖന്മാരെയും മറ്റേ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ അടുത്ത് നിന്ന് കാണാനും ഷെയ്ഖിനായാലും ശരിയൊക്കെ കാണാനും കൂടെ പോകാനും വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അന്നുണ്ടായിട്ടുണ്ട്. ഡിഫൻസിലേക്ക് ജോലിയിൽ കയറിയതിന് ശേഷം അദ്ദേഹമാണ് ഞാൻ പറഞ്ഞ കുഞ്ഞബ്ദു എന്ന് പറഞ്ഞ ആളാണ് എന്നെ എല്ലാ നിലക്കും ആ കാര്യത്തിൽ സഹായിച്ചത്. കാരണം അദ്ദേഹം ജോലി ചെയ്യുന്ന ഭാഗത്ത് തന്നെ എന്നെ കൊണ്ടുപോയി ട്രെയിനിയാക്കി ജോലിയിൽ എടുപ്പിച്ചു. പിന്നെ ടെക്നിക്കൽ ലെവലിൽ ഈ ഫോഴ്സ് വർക്ക്ഷോപ്പിൻ്റെ ടെക്നിക്കൽ സ്റ്റോർ കീപ്പറായിട്ട് സ്പെയർ പാർട്സിൻ്റെ ഞാൻ ജീവിതത്തിൽ പാർട്സുകൾ തന്നെ കാണുന്നത് അവിടെ നിന്നാണ് കാണുന്നത്. അങ്ങനെ പഠിപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ വന്ന് ഒരു 10-20 വർഷത്തോളം മിലിറ്ററി സോൾജിയർ വിത്ത് ഡ്രസ്സ് അവിടുത്തെ കൂടിയിട്ട് റാങ്കുകൾ ഇങ്ങനെ വന്ന് അവിടെ കോപ്പിളി ലാൻസ് കോപ്പിളി സർജൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വരാൻ. അങ്ങനെ വന്ന് ഒരു 20 വർഷം എത്തിയപ്പോൾ ഞാൻ അനിയന്മാരൊക്കെ വന്നു കൂട്ടായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ 95 റിസൈൻ ചെയ്തു. മിലിറ്ററിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ആ ബിസിനസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് ആയി. അവിടെ എന്താണ് ആദ്യം ചെയ്തത്? ആദ്യം ചെയ്തത് ഇലക്ട്രോണിക് ബിസിനസ്സാണ്. അത് അത്ര ക്ലച്ച് പിടിച്ചില്ല. അത് പിന്നെയാണ് ടൂറിസം ആൻഡ് കാർഗോ എന്നുള്ളത്. അന്ന് ഈ റഷ്യ സോവിയറ്റ് യൂണിയനിൽ ഒരു എന്താ പറയുക റവല്യൂഷൻ വന്ന സമയമാണ്. അതാണ് ഗോർബച്ചോവ് വന്നിട്ട് ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് കൊണ്ടുവന്നപ്പോൾ പല രാജ്യങ്ങളുണ്ടായിരുന്നു. അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പല സ്റ്റേറ്റുകളുണ്ട്, ചെച്ചനിയ. അവരൊക്കെ പലരും സ്വാതന്ത്ര്യം നേടി. അതുവരെ അവർക്കൊന്നും പുറത്തു പോകാൻ പറ്റാത്ത കാലങ്ങളായിരുന്നു. അത് വന്നപ്പോൾ അവരൊക്കെ പുറത്ത് വരാൻ തുടങ്ങി. അതിൽ ഏറ്റവും ഈസി ആയിട്ട് വരാൻ പറ്റിയിരുന്നത് ദുബൈയിലാണ്. വരുന്നു. വിദേശ സാധനങ്ങളൊന്നും വന്ന് അവിടെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ കാരണം അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും.
അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു ടൂറിസ്റ്റുകളായിട്ട് വരും, സാധനങ്ങൾ വാങ്ങിച്ച് കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോകും, അവരവിടെ ബിസിനസ് നടത്തും, വലിയ ലെവലിലാണ്. അപ്പോൾ അത് നമ്മൾ ഒരു അനുകൂല സാഹചര്യമായിട്ടെടുത്ത് ഒരു റഷ്യക്കാരനെ പങ്കാളിയാക്കിയിട്ട് എൻ്റെ താഴെയുള്ള അനിയനുണ്ട് മൻസൂർ എന്ന് പറഞ്ഞു, അയാളുടെ പരിചയത്തിലാണ് അത് ഉണ്ടായത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വന്നത് 2-3 വർഷം മുന്നോട്ട് പോയപ്പോൾ അയാൾക്ക് എല്ലാത്തിനും ഒരു ഉയർച്ചേൻ്റെ താഴ്ചയുണ്ട്. അപ്പോൾ വേറെ പല ഭാഗങ്ങളിൽ നിന്നും ഈ സോവിയറ്റ് യൂണിയൻ ആകെ പൊളിഞ്ഞ് മാറിയല്ലോ. അപ്പോൾ റഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നു. അവർക്ക് പല ഭാഗത്തു നിന്നും സാധനങ്ങൾ വരാനും ഒക്കെ തുടങ്ങി. ചൈന പോലത്തെ രാജ്യങ്ങൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദുബായിൽ നിന്നുള്ളതിൻ്റെ സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ്, ഇലക്ട്രോണിക് ബിസിനസ് അത്ര സക്സസ് ആവാത്തത് കൊണ്ട് ആദ്യം തുടങ്ങിയത്. അതിനാണ് ഈ വെള്ളത്തിൻ്റെ ഒരു പരിപാടി. അത് എല്ലാ കാലത്തും എല്ലാവർക്കും ആവശ്യമുള്ളതാണല്ലോ. കാരണം അവിടെ 3-4 കമ്പനികളുണ്ട്, ദുബായിലുണ്ട്, പിന്നെ ഷാർജ, അജ്മാനിലൊക്കെ ഉണ്ട്. അതൊന്നും ഒരു ഹൈ ക്വാളിറ്റിയിലൊന്നുമല്ല അത് അന്ന് പുറത്തല്ലേ ചെയ്തിരുന്നത്. പക്ഷെ ദുബായിലുള്ളത് ഒയാസിസ് എന്നൊക്കെ പറഞ്ഞ ചില കമ്പനികളുണ്ട്, അവർക്ക് നന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ അത് തുടങ്ങി. അതാണ് അൽബയാൻ എന്ന് പറഞ്ഞ ഒരു വെള്ളത്തിൻ്റെ ബിസിനസ്സും ഈ കാർഗോ ബിസിനസ്സും ഈ പേരിൽ തന്നെ ഒക്കെ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞു കുറച്ച് അതിൻ്റെ വളർച്ച എത്തിക്കൊണ്ടുമ്പോൾ നമ്മളൊരു തീരുമാനമെടുത്ത് ഓരോരുത്തർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾക്ക് പിന്നെ സ്വതന്ത്രമായിട്ട് ബിസിനസ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത് ഖത്തറിലേക്ക് വരാൻ വന്നു. അങ്ങനെ ഖത്തറിൽ വന്ന് 2 പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് കൂടി നിന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ. ഈ ക്ഷീണമുള്ള സമയം നോക്കിയപ്പോൾ പാർട്ട്നേഴ്സിന് മുന്നോട്ട് പോകാനൊരു പ്രയാസം. അപ്പോൾ അവർ പിരിയണമെന്ന് പറഞ്ഞപ്പോൾ അവരെ മാന്യമായിട്ട് അത് പിരിച്ചു. പിന്നെ ഞാൻ നേരിട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു ബിസിനസ്, ഞാൻ ചെയ്യുന്നൊരു ബിസിനസ് സക്സസ് ആയി എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കഴിവുകളും എൻ്റെതല്ല. എൻ്റെ ഒരു പാർട്ടുണ്ട്. അതിൽ എൻ്റെ ബേസിക് ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ ഞാൻ ഈ കടം കൊണ്ടിട്ട് ഒരു ബിസിനസ്സും ചെയ്യാൻ താല്പര്യമില്ലാത്തതാണ്. ബാങ്ക് ലോണോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടോ മറ്റൊന്നും ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു വാങ്ങിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്ത് പോയതാണ്. അപ്പോൾ ഇവിടെ ഇത് ആവശ്യം വന്നപ്പോൾ എൻ്റെ കുറച്ച് പ്രോപ്പർട്ടി നാട്ടിലുണ്ട്, അതൊക്കെ വിറ്റ് ആ കാശൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ അത് പടിപടിയായിട്ട് അത് ഉയർച്ചയിലേക്ക് വന്നു. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീം, അത് നൗഫിൽ നിന്നിട്ട് ഒരാൾ കൈകാര്യം ചെയ്യുന്നു. ജനറൽ മാനേജർ ക്ലീറ്റസ് അലൂക്ക എന്നൊരാൾ, അവരൊക്കെയാണ് ഇതിൻ്റെ തുടക്കമുള്ള ആൾക്കാരാണ്. തുടക്കമല്ല, അവിടുന്ന് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ വന്ന് ചേർന്നവരാണ്. പഴയ പാർട്ട്നേഴ്സ് പോയതിന് ശേഷം ഞാൻ എടുത്തു വെച്ച ആൾക്കാരാണ്. അവർക്കാണ് ഇതിൻ്റെ വലിയ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. കാരണം അവരാണല്ലോ ഇതിനെ മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ട് ഒരു ഉടമസ്ഥൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു പരിധിയുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. അതിന് ഒരു പ്രധാന കാര്യം ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത്, ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ടുള്ളതും സാങ്കേതികമായിട്ടുള്ളതും നിയമപരമായിട്ടുള്ളതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതാണ്. പിന്നെ വളരെ നിർബന്ധമായിട്ട് ഞാൻ പറയുന്നതാണ് തൊഴിലാളികളുടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവരുടെ സന്തോഷങ്ങൾ. കാരണം അവർ ഈ 20 കിലോൻ്റെ വെള്ളമെടുത്തും കൊണ്ടുപോയിട്ടൊക്കെയാണ് വിറ്റിട്ടൊക്കെയാണ് നമ്മൾക്ക് ഈ തിരിയണ കസാല നമ്മൾക്ക് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ കാര്യം നമ്മൾ നല്ല ശ്രദ്ധയിൽ വേണം. പിന്നെ ഞാൻ ജോലിയൊക്കെ ചെയ്ത് വന്നിട്ടുള്ള ആളായതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ എങ്ങനത്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. ബേസിക്ക് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് കാശൊക്കെ കാണുക തന്നെ നമ്മൾ നേരിട്ടിട്ടൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ സാധാരണ തൊഴിലാളികൾക്കുണ്ടാവും. പിന്നെ അവരൊക്കെ വരുന്നത് ഓരോരുത്തരുടെ ജീവിത ഉപാധിയായിട്ട് വരാനാണ്. അപ്പോൾ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് സമയത്തിന് ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഖത്തർ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ലേബർ ലോ അനുസരിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുക. ഇതെനിക്ക് നിർബന്ധമാണ്. അത് എന്നോട് ചോദിക്കാനേ പാടില്ല. HR ഡിപ്പാർട്ട്മെൻറ്റ് അവരോട് ചെയ്തോളാൻ പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് അന്വേഷിക്കേ വേണ്ട. അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന പല കാര്യങ്ങളും ഉണ്ട്. പലരും അത് എൻ്റർടൈൻ ചെയ്യില്ല എന്നുള്ളതാണ്.
നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരു സമയത്ത് ഞാൻ പുതിയ ഫാക്ടറി ഉണ്ടാക്കുന്നതിൽ ഖത്തർ ഡെവലപ്മെൻറ്റ് ബാങ്ക് അതിന് ഫൈനാൻസ് തന്നു, വലിയ എമൗണ്ട് തന്നിട്ടുണ്ട് ഫൈനാൻസ്, കുറഞ്ഞ പലിശയാണ് അതിനുള്ളത്. അത് ഞാൻ കട എടുക്കില്ല എന്ന് പറഞ്ഞതിന് തന്നെ ഇത് ഗവൺമെൻറ് നമ്മൾക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ്, അത് എടുത്തു. ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അത് ഒരു അടവ് പോലും തെറ്റിക്കാതെ അടച്ചു കൊടുത്ത് അത് അവസാനിപ്പിച്ചു. ഇപ്പം ബാങ്ക് വീണ്ടും നമ്മളെ സമീപിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല വർക്കിംഗ് ക്യാപിറ്റലിനോ എന്തെങ്കിലും വേണോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട്, പക്ഷെ ആവശ്യമില്ലാത്തതുകൊണ്ട് എടുക്കലില്ല. പിന്നെ അവിടെ ബ്ലോക്കേഡ് വന്നിട്ട് പിന്നെ കൊറോണ വന്നു. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഇതേ സർക്കാരിൻ്റെ എന്നുവെച്ചാൽ ഇവിടെ ഖത്തർ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഉണ്ട്, ഇവരൊക്കെ സമയാസമയങ്ങളിൽ തരുന്ന ഡയറക്ഷൻസ് ഉണ്ട്. എങ്ങനെ ഒരു വെള്ളം നമ്മളൊരു ഫുഡാണല്ലോ, ഇത് എങ്ങനെയൊക്കെ കൊണ്ടുപോകണം, എങ്ങനെയൊക്കെ സംരക്ഷിക്കുക വേണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സുരക്ഷിതമായിട്ട് എത്തിക്കാൻ, അതൊക്കെ ഞങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യും. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ കറക്റ്റ് സമയാസമയങ്ങളിൽ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് അതിൽ തകരാറുണ്ടെങ്കിൽ അത് അറിയിച്ച് ഒക്കെ നമ്മളത് പോകണോണ്ട് അതും വളരെ ഭംഗിയായിട്ട് അതും നടന്നു പോകുന്നുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പല ആനുകൂല്യങ്ങളാണ്. പിന്നെ ഈ കൊറോണ സമയത്തൊക്കെ പല ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടി, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടി. ഇപ്പോൾ ഈ വാറ് നടക്കുമ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി ഞങ്ങൾ കുറച്ച് സ്ലീവ് ഇതിൻ്റെ ബോട്ടിലിൻ്റെ മേലെ വെക്കുന്ന സ്ലീവ് ചെന്നൈയിൽ നിന്ന് വന്നു. അത് വന്നു ആ സമയത്താണ് ഈ വാറ് വന്നപ്പോൾ അതിൽ കുറച്ച് പൈസ അഡീഷണൽ വന്നപ്പോൾ ആ പേയ്മെൻറ്റിനെ പറ്റി അപ്പോൾ സർക്കാരിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണം, എന്താ വേണ്ടത്, ഈ സാധനം ഇറക്കും മതി. അപ്പോൾ നമ്മൾ ഇത്രയും എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിൽ അതിങ്ങനെ നീണ്ടുപോകും, പെട്ടെന്ന് നടക്കില്ല. പക്ഷേ ഇമ്മീഡിയറ്റ് ആക്ഷൻ, ആ പേയ്മെൻറ്റ് അഡീഷണൽ പേയ്മെൻറ്റ് അപ്പം തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട്. എന്നുവെച്ചാൽ ദിവസങ്ങളുടെ ഉള്ളിൽ തന്നെ ചെയ്തു. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യം വെള്ളമാണ്. ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് സർക്കാർ ഖത്തർ ഗവൺമെൻറ് എന്തെങ്കിലും നഷ്ടങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നികത്താൻ, ആ നഷ്ടം നികത്താൻ ഡിഫറെന്റ് ഒരു ഫ്രൈറ്റ് നമുക്ക് 5000 റുപ്യ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കണം. ഇതുകൊണ്ട് വന്ന് 3000-4000 കൂടുതലുണ്ടെങ്കിൽ ആ 4000 റുപ്യ നമുക്ക് തരണം. അങ്ങനെയാണ് നമുക്ക് കാശ് കിട്ടിയത്. അല്ലാതെ വന്ന സാധനത്തിന് മുഴുവൻ അല്ല തരുന്നത്. അഡീഷണൽ വന്ന എക്സ്പെൻസ് ഗവൺമെന്റ് ഉടനെ തന്നെ അത് ആക്ഷൻ എടുത്ത് അപ്പം തന്നെ അത് സംവിധാനം ചെയ്ത്. ഇനി വല്ല കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, ഇത് എപ്പോഴും തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത്. ഇതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ആ വന്ന വരെയുള്ള യാത്ര വരുന്നത്. എന്നിട്ട് ഇവിടെ എത്തി നിൽക്കുന്നു. ഓക്കെ, ഇപ്പോ സഫ ഇവിടെ തുടങ്ങുന്ന സമയത്ത് മറ്റേത് ബ്രാൻഡുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? ഇവിടെ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് മൻഹാൽ എന്ന് പറഞ്ഞ ബ്രാൻഡ്, റയാൻ ഉണ്ടായിരുന്നു, ഖത്രാത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, സെബീൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ കുറച്ചും കൂടി വലിയ ബ്രാൻഡുകളായിട്ട് ഉണ്ടായിരുന്നു. അതിലേക്കാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. ആ സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ സാധ്യതകളെ കണ്ടത്? എന്താണ് ഇതിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ, ഏതൊരു പ്രോഡക്റ്റിനും ഒരു മാർക്കറ്റിന് റിക്വയർമെന്റ് ഉണ്ടാവും, ഒരു ആവശ്യം ഉണ്ടാവും. ആ ആവശ്യമുള്ള സമയത്താണ് അത് കൊടുന്ന് ഇറക്കിയാൽ സക്സസ് ആവും. അങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് വേറൊരു ആളും കൂടി അതിൽ ചാടി ഇറങ്ങിയാൽ ചിലപ്പോൾ സക്സസ് ആയിക്കൊള്ളുന്നില്ല. നമ്മൾ വരുന്ന സമയത്ത് ഈ 4 കമ്പനി ഉണ്ടെങ്കിൽ തന്നെ അത്ര വിപുലമായ തോതിൽ ഒരു പരസ്യത്തോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നില്ല. ഞങ്ങൾ നന്നായിട്ട് ഈ വണ്ടിമലൊക്കെ ഈ സ്റ്റിക്കർ ഇതിനോട് ബന്ധിച്ചിട്ടുള്ളതൊക്കെ വെച്ച് വെള്ളം അല്ലെങ്കിൽ ബോട്ടിൽ കുട്ടി കുടിക്കുന്ന ഫോട്ടോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കണം. പലരും മനസ്സിലാക്കി വീട്ടിലൊന്നും കൊണ്ടു തരുന്ന സാധനമാണെന്നുള്ളത് അറിയില്ല അവർക്ക്. നമ്മളെല്ലാ മേഖലകളിലും ഇത് എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ ഡിസൈൻ ചെയ്ത്, ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഈ മഴയും വെയിലും ഒക്കെ കൊള്ളില്ലാത്ത വാഹനങ്ങളുടെ ഡിസൈൻ ചെയ്തത് നമ്മളായിരുന്നു ഇത്തരത്തിലുള്ള? അല്ല, ഇതേ വാഹനം തന്നെയാണ് ദുബായിലൊക്കെ ഉപയോഗിച്ചത്. അപ്പൊ അതിന്റെ ഷട്ടറുകൾ ഞങ്ങൾ ദുബായിൽ നിന്നാണ് ചെയ്തു കൊണ്ടിരുന്നത്. ഇവിടെ ആ ഷട്ടർ ഇപ്പോഴും അത്ര കാര്യമായിട്ടില്ല. അത് റോളിംഗ് ഷട്ടറാണ്. അത് UK ഒക്കെയാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ കാലക്രമേണ മാറിയപ്പോൾ സ്ലൈഡിങ് ഡോറാക്കി മാറ്റി. അപ്പം അങ്ങനെയാണ് കൂടുതൽ പോകുന്നത്. അല്ലാണ്ട് മറ്റേ വേറെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. ഇത് വെള്ളം കയറ്റി കഴിഞ്ഞാൽ, വെള്ളം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ
വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ ഇതിങ്ങനെ വിറ്റ് തീരാണ്, അവസാനിക്കുന്നത്. ഇത് വെച്ചിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കുന്നില്ല. അപ്പോൾ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഒരു 3 to 4-5 hours ഉള്ളിൽ അത് വിറ്റ് അവസാനിക്കും. പിന്നെ രണ്ടാമത്തെ ലോഡാണ് പോവുക. അങ്ങനെയാണ്. മൊത്തം എത്ര വാഹനങ്ങളാണ്? ഒരു അറൗണ്ട് 300 above 300 വാഹനങ്ങളുണ്ട്. അതിൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് 225-30 വെഹിക്കിൾസ് ഉപയോഗിക്കും. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ ഡെലിവറി ബോയ്സിൻ്റെ ഡെഡിക്കേഷൻ ഉണ്ട്. അവരോട് നേരിട്ട് സംസാരിക്കാറില്ല? അല്ല, അതിലത്തെ ഫസ്റ്റ് ഒരു തൊഴിലാളി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ തൊഴിലാളി മാനസികമായിട്ട് സംതൃപ്തനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും, നല്ല റിസൾട്ട് കിട്ടും. അതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ താമസ സൗകര്യങ്ങൾ, അവരുടെ ഭക്ഷണത്തിൻ്റെ സൗകര്യങ്ങൾ, അവർ ജോലി ചെയ്തതിന് കൊടുക്കുന്ന ശമ്പളം സമയാസമയങ്ങളിൽ കൊടുക്കുക. അപ്പോഴവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എനിക്ക് 4-ാം തീയതി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആ ശമ്പളം അയച്ചു കൊടുത്താൽ എൻ്റെ കുട്ടിയുടെ ഫീസ് കെട്ടാം, വാടകയ്ക്കാനാണ് വാടക കൊടുക്കാം, ഗ്രോസറിയുടെ സ്ഥലത്ത് കൊടുക്കാൻ അതൊക്കെ കൊടുക്കാം. ഇത് കൊടുക്കാതെ നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് വിളി വരും, പ്രശ്നങ്ങൾ വരും. ആ സമയത്താണ് വണ്ടി ഓടിക്കുന്നത്. ഈ ടെൻഷൻ നാട്ടിൽ നിന്ന് വരും. ഇതിപ്പോൾ ടെൻഷനൊന്നുമില്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു മാസത്തിൽ നമുക്ക് അപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം എൻ്റെ ശമ്പളം എന്താ വെച്ചിട്ടുണ്ട്. അതിൽ ഡിഫറൻറ്റ് വരിക വെച്ചാൽ ഓവർ ടൈമോ അല്ലെങ്കിൽ കമ്മീഷനോ വരും. അത് ചെറിയ ശമ്പളത്തിൻ്റെ അത്ര ഉണ്ടാവില്ലല്ലോ അത്. അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്താൽ ഒരുവിധം ബിസിനസ്സുകളൊക്കെ സക്സസ് ആവും. അവൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലായി നിർത്തിട്ട് ടക്ക് വെച്ച് താഴ്ത്തിട്ടാൽ ഒരു ചെറിയ കല്ല് നമ്മൾ തട്ടിയാൽ മതി. അപ്പോൾ ഈ ബോട്ടിൽ എന്ന് വെച്ചാൽ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ബോട്ടിൽ ഡാമേജ് ആവും. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഒരു ഫ്രൂട്ട് കടയിലാണ് നിൽക്കണ ഒരുത്തനെന്ന് കരുതിക്കോളും. അവൻ്റെ കാര്യങ്ങളൊന്നും നേരെ ചോദ്യം ചെയ്ത് കൊടുക്കില്ലെങ്കിൽ അവിടെ ഇരിക്കണ ആ ഫ്രൂട്ടിൻ്റെ വേണ്ടല്ലോ, അത് വെച്ച് കൈ വെച്ചൊരു അമർത്തിയ ആ സാധനം പോയി, ഒരു ട്രേ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇതാരും കാണില്ല. നഷ്ടം ഉണ്ടാക്കി വെക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ അടുക്കളയിൽ ജോലി, കിച്ചണിൽ ജോലി ചെയ്യുന്ന ഒരുത്തിനൊക്കെയാണ് അവനക്ക് നേരെ ശമ്പളം കൊടുക്കില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് ഓയിലിനെ എടുത്തിട്ട് പറഞ്ഞിട്ട് ഇതിൽ കണ്ട് വെച്ചോടുത്ത് അതാ പോയി തീരില്ലേ. ഇതൊന്നും ഓണർക്ക് നോക്കി കടത്താൻ പറ്റില്ല. എത്ര ലളിതമായ ഭാഷയിലാണ് സ്റ്റാഫിന്റെ വെൽഫെയർ പറഞ്ഞൊപ്പിച്ചത് എന്നുള്ളതാണ്. അതെ, അപ്പോൾ അതിൽ അവരെ മാനസികമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഇതിൽ നിർബന്ധമാണ്. ഇത് സർവീസ് ഓറിയന്റലാണ്. ഇത് അവർ ഈ ഞാൻ പറയേ ഈ അവൻ ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുന്ന് വെച്ച് വരുന്ന വെള്ളം വളരെ ഇങ്ങനെയും വെക്കാം, ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതിന്റെ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവിലേക്കും പോയത് വളരെ നെഗറ്റീവിലേക്ക് പോയി. അപ്പോൾ ഒരു ഇൻസൾട്ട് ചെയ്യണത് തോന്നും. അപ്പം മാനസികമായിട്ട് സന്തോഷത്തിലല്ല. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് കോൾ വന്നിരിക്കണു, കുട്ടിക്ക് സുഖമില്ല, കാശില്ല, വാടക കൊടുത്തിട്ടില്ല, ഈ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം അത് നമ്മൾ ആദ്യം നോക്കേണ്ടത് അതാണ്, അവരുടെ സന്തോഷം. അവരാണ് ഇത് ജനറേറ്റ് ചെയ്ത് തരുന്നത് നമുക്ക്. എങ്ങനെ ഇൻകം ഉണ്ടാക്കി തരുന്നത് അവരാണ്. അവരാ സമയങ്ങളിൽ ഇത് എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ഇൻകം വരുന്നത്. ഇത് പിന്നെ വലിയ വിലയുള്ള സാധനമല്ല. 6 രൂപ 7 രൂപയ്ക്ക് നമ്മുടെ വെള്ളത്തിനൊക്കെ വരുന്നത്. അത് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ മാതിരി പലയിടത്തും ഇത് കൊടുക്കുമ്പോൾ അത് ഒരുമിച്ച് വരുമ്പോഴാണ് വെള്ളമായിട്ട് മാറുന്നത്. അതെ. ഇപ്പൊ ഈ അടിയന്തര സാഹചര്യം നിലവന്നപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയുള്ള വന്നത്. അതെ. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയോ എന്തെങ്കിലും പ്ലാനിങ് നടത്തുകയോ? അത് ഇല്ല, നമ്മൾ ചെയ്തത് നമുക്കിതിന് മുമ്പ് അനുഭവമുള്ളൂ. ജനങ്ങൾ പാനിക്കാവും എന്നറിയാം. അപ്പം ഞങ്ങൾ പ്രൊഡക്ഷൻ കുറച്ച് കൂട്ടി വെച്ചു. അപ്പോൾ ബോട്ടിൽ നമ്മൾ ബന്ധപ്പെട്ട കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, ക്യാപ്പും ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ഈ ബ്ലോക്കേഡ് ടൈമിലൊക്കെ അനുഭവിച്ചാണ്. ഇത് നമ്മൾ ദുബൈയിൽ നിന്നും ഒമാനിന്നൊക്കെ വാങ്ങിച്ചിരുന്നത്. ബ്ലോക്കേഡ് നിന്നില്ലോ കംപ്ലീറ്റ്. അപ്പോൾ പിന്നെ മുന്നോട്ട് പോകാൻ പ്രയാസമായി. അപ്പോൾ ബ്ലോക്കേഡ് ഒരു നിലക്ക് ഖത്തറിന് ഗുണകരമായി ഉപയോഗിച്ചു. കാരണം സെൽഫ് സഫിഷ്യൻ്റായി, സ്വയം പര്യാപ്തത നേടി പല ആൾക്കാരും, പല ബിസിനസ്സും. അതിൽ ഞങ്ങളുടെ ഭാഗമാണ് ഈ ബോട്ടിലും ക്യാപ്പും വരുന്നത്. ഇതാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ. വെള്ളം പിന്നെ ഇവിടുന്ന് ഉള്ളതന്നെ. അപ്പോൾ റോ മെറ്റീരിയൽ, അപ്പോൾ അത് ഞങ്ങൾ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്ത് ഒഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈസിയായി. ആ കാര്യത്തിൽ ഭയപ്പെടണ്ട. അത് കുറച്ച് കൂടുതൽ ചെയ്ത് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷനും വന്നു, നിങ്ങൾ മാക്സിമം സാധനം സ്റ്റോക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതും വന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ മാക്സിമം അത് സ്റ്റോക്ക് ചെയ്തു. അതനുസരിച്ചിട്ട് ഇതൊക്കെ ഞങ്ങൾ സർക്കാർ എന്ത് പറയുന്നത് അക്ഷരമതി പാലിക്കുന്നു. കാരണം ഒരു നമ്മളെ ഈ റെക്കോർഡ് ബുക്ക് ഉണ്ട് അവിടെ മുനിസിപ്പാലിറ്റിക്ക് വന്നിട്ട്.
ഒരു നെഗറ്റീവും എഴുതാനുള്ള സാഹചര്യം ഞങ്ങൾ അവിടെ ഉണ്ടാക്കില്ല. അതാണ് ഓക്കെ. അവരോട് പറയണം, എന്തൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങളോട് പറയണം, അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം, എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. അവർ ജോലി ചെയ്യുന്നിടത്തുള്ള തകരാറുണ്ടെങ്കിൽ അതും പറയുന്നു. അപ്പം നമ്മൾ അവരെ അവയർനെസ്, അവരെ ബോധവൽക്കരിക്കും ആ കാര്യം. അങ്ങനെയാണ്. ഓക്കെ. ഇപ്പോൾ ഒരു ബിസിനസ്, ഇപ്പോൾ 50 വർഷത്തിലേറെ ആയിട്ട് ബിസിനസ്, ഒരാളുടെ വ്യക്തിത്വം എങ്ങനെയാണ് ബിസിനസ്സിനെ ബാധിക്കുന്നത്? ഇപ്പോൾ അഷ്റഫ് ഖാൻ്റെ ഒരു പേഴ്സണാലിറ്റി അഷ്റഫ് ഖാൻ്റെ ബിസിനസ്സിൽ എങ്ങനെയാണ് വരിക? എൻ്റെ നല്ല മനസ്സുണ്ടാവുക, അനുകമ്പ ഉണ്ടാവുക, സഹാനുഭൂതി ഉണ്ടാവുക, അപ്പോൾ ബിസിനസ് ഉണ്ടാവും. ബിസിനസ് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ പറ്റി നമ്മൾ ചിന്തിക്കണം. ആ ചിന്തയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. മിനിമം അവരെ ശമ്പളം കാര്യങ്ങളും ആ സമയത്തിന് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് സ്വാഭാവികമായിട്ടും അവർ മനസ്സിൽ ഉദ്ദേശിക്കും, ഇങ്ങനെ ഇതൊക്കെ തരണല്ലേ, നമ്മൾ കുറച്ച് ഒരു 5% ഒരു ആത്മാർത്ഥയിൽ കയറ്റി കഴിഞ്ഞാൽ തന്നെ ബിസിനസ്സിന് ഭയങ്കര വ്യത്യാസം വരും. ഓക്കെ. ഈ അതേപോലെ ടെക്നോളജീനെ ഉപയോഗപ്പെടുത്തുക വലിയൊരു കാര്യമാണ്. ഇപ്പോൾ എങ്ങനെയാണ് സഫ വാട്ടറിൻ്റെ ലബോറട്ടറി ആണെങ്കിലും ശരി, സാങ്കേതിക അത് ഞങ്ങൾ എന്തൊക്കെ ലോകത്ത് വരുന്ന മാറ്റങ്ങളുണ്ടോ, വെള്ളത്തിൻ്റെ ഒരു ബേസിക് തിയറി എന്ന് പറയുന്നത് ലോകത്തൊക്കെ ഒരുപോലെയാണ്, പ്യൂരിഫൈ ചെയ്യുന്നത്. അതിൽ വരുന്ന ടെക്നോളജിയിൽ വരുന്ന വ്യത്യാസങ്ങൾ അതാത് സമയത്ത് അറിഞ്ഞിട്ട്, അപ്പം ലാബിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർഷം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെയാണ് ലാബിലൊക്കെ വെച്ചിട്ടുള്ളത്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. അപ്പം അവർക്ക് അവരുടേതായ കഴിവുകൾ ഉപയോഗിക്കാൻ, ഈ പുറത്ത് പുതുതായി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പഠിച്ചത് ഉപയോഗിക്കാൻ ഞാൻ പൂർണ്ണമായിട്ട് അനുമതി കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ റോബോട്ടാണ് ഞങ്ങൾ ലോഡിംഗ് ഒക്കെ ഉപയോഗിക്കുന്നത്. വെച്ചാൽ 4-5 റോബോട്ടുണ്ട്. ഈ റോബോട്ടാണ് ഈ റാക്കിലേക്ക്, കൺവെയറിൽ വരുന്ന ബോട്ട് എടുത്ത് റാക്കിൽ ലോഡ് ചെയ്യുന്നത് റോബോട്ടിംഗ് സിസ്റ്റമാണ്. കുറച്ച് അത് നമ്മൾ കുറേ കാലങ്ങളായിട്ട്, കാരണം മറ്റത് ആദ്യമൊക്കെ ആളുകളെടുത്ത് കൈകൊണ്ടെടുത്ത് കയറ്റി വെച്ചിരുന്നതാണ്. അത് എണ്ണം കൂടുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പോൾ റോബോട്ട് സിസ്റ്റത്തിലാണ് അത് ചെയ്യുന്നത്. പിന്നെ എല്ലാ വരുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ മാറ്റങ്ങളൊക്കെ ഞങ്ങൾ ഉൾക്കൊണ്ട് അതൊക്കെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യും. അതാണ് എല്ലാ തരത്തിലും എന്തൊക്കെ മാറ്റം വരുന്നുണ്ട് അതൊക്കെ നമ്മൾ അതാത് സമയത്ത് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യും. അതിന് ചിലവുകളുണ്ട്, ചിലവ് നോക്കില്ല. ചിലവ് നോക്കാതെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നം വരുന്നത്. പ്രശ്നങ്ങൾ അപ്പോൾ അവസാനിപ്പിക്കുക. അപ്പോൾ അതിന് പ്രധാനമായിട്ടുള്ള ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഏത് ബിസിനസ്സായാലും അതിൽ നിന്ന് വല്ല ലാഭം വരുമ്പോൾ അത് കൊണ്ടുപോയിട്ട് നാട്ടിൽ ഭൂമി മേടിക്കാനും മറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഉണ്ടാവില്ല, ക്യാഷ് ഫ്ലോ കയ്യിൽ. അപ്പം അത് കയ്യിൽ വെച്ചിട്ട് ഇതിനെ വലുതാക്കുക, അതിൽ നിന്നൊക്കെ തെളിഞ്ഞു വരുന്നൊരു ലാഭം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു ബിസിനസ് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് വരുമ്പോൾ കാണാൻ വേറെ ആരും വന്നിട്ട് ഏതെങ്കിലും വേറെ ബിസിനസ് പറയും, അപ്പോൾ അതിലേക്ക് പോകും. അപ്പോൾ ഇതിലത്തെ കാശ് കുറച്ച് വലിച്ചിട്ട് അതിലിടും. അപ്പോൾ അത് പണ്ട് പറയുമ്പോൾ ചക്കാലം കിടന്ന് തിരി, ഇത് നേരെ ചൊവ്വനെ നടക്കില്ല. അത് സക്സസ് ആയില്ലെങ്കിൽ നഷ്ടത്തിൻ്റെ കഥ ഇതിനുണ്ടാവുക. നഷ്ടത്തിൻ്റെ അത് ഇതിനും കൂടെ വരും. ഇതുപോലെ പലരും അതുപോലെ ചെയ്തിട്ട് നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉണ്ട്. ഒരേ സമയത്ത് നോക്കുമ്പോൾ 5-6 ബിസിനസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ടാവും ആദ്യം. അപ്പോൾ അതിലത്തെ ഫണ്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിൽക്കൊക്കെ പോകും. അപ്പോൾ അതൊന്നും വളരില്ല. ഇതും സക്സസ് ആയാലും ഒരു ബിസിനസ് നടത്തിയിട്ട് 10 പൈസ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ആൾക്കാർ പറയണ മാതിരിയൊന്നുമല്ല, ശമ്പളം മേടിക്കണ മാതിരിയല്ല. ശമ്പളം ചെയ്താൽ മുതലാളിയല്ലോ അത് കൊടുക്കേണ്ടത്. ഇതങ്ങനല്ല. ഏത് ബിസിനസ് ആയാലും ശരി, അത് കാശിറക്കി ചെയ്ത് ലാഭമായിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ഓക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞു പോയൊരു കാര്യമായിരുന്നു സഫയുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. അതെങ്ങനെയാണ്? കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലായിടത്തും നമ്മുടെ വിസിബിലിറ്റി ഉണ്ട് അല്ലേ? എവിടെ നോക്കിയാലും നമ്മൾ സഫ ഉണ്ട്. അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണ്? അതിൻ്റെ സർവീസ് ഓറിയൻറ്റഡാണ്. ഒരു കോള് സഫയിലേക്ക് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റേർഡ് ആണ്. അതിന് ആളെ വെച്ചിട്ടുണ്ട്, അതിന് മറുപടി പറയാനും അതിന് തീരുമാനം എടുക്കാനും. അത് നമ്മുടെ മാർക്കറ്റിംഗ് ടീം അത് വളരെ സജീവമായിട്ട് ചെയ്യുന്നുണ്ട്.
തിക്കും തിരക്കും ബഹളമൊന്നുമില്ല. നിങ്ങളവിടെ വന്ന് ഓഫീസിൽ വന്ന് കണ്ടാലും ഒരു ബഹളം തിക്കും തിരക്കൊന്നുമില്ല. അത് വളരെ സ്മൂത്തായിട്ട് ഓരോരുത്തരെ ഏൽപ്പിച്ച പണികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കവിടെ ഞാനവിടെ ഡെയിലി പോവും. എനിക്ക് പറയണ വലിയ തലമറിക്കണ പണിയൊന്നും അവിടെ ഇല്ല. അത് അവർ ചെയ്യുന്നത് ഒന്ന് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ. വല്ല അത്യാവശ്യം വല്ല നയപരമായ തീരുമാനങ്ങൾ അതെടുക്കുക, ബാക്കിയൊക്കെ അതിനൊക്കെ മാനേജേഴ്സിനെ വെച്ചിട്ട് അവരെ ചെയ്യുന്നത്. മാർക്കറ്റ് ആര് മാർക്കറ്റ് ചെയ്യണമെങ്കിലും എന്ത് മാർക്കറ്റ് ചെയ്യണമെങ്കിലും നല്ല സർവീസ് കൊടുക്കണം, നല്ല പ്രോഡക്റ്റ് കൊടുക്കണം. ഞങ്ങളെ ബോട്ടിലൊക്കെ ചില ഒക്കെ വെർജിൻ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ക്ലാരിറ്റി ആ ബോട്ടിലിനുണ്ടാവും കണ്ടാൽ. വേറെ പല ബോട്ടുകളും പല കമ്പനിക്കാരത് വെക്കുന്ന ഇടയിൽ സഫയുടെ ബോട്ടിൽ കണ്ടാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം അത് നല്ല ക്ലാരിറ്റി ആയിരിക്കും ബോട്ടിൽ. പിന്നെ ഒരു സമയത്ത് വല്ല സ്ക്രാച്ചും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റും, ഡാമേജ് ആവാൻ തന്നെ മാറ്റും. അതൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ കൊണ്ടുകൊടുക്കും. അതാണ് നയപരമായ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു ചോദ്യം. സഫയുടെ ഈ യാത്രയിൽ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ വിജയത്തിൽ അഷ്റഫ് എടുത്ത ഏറ്റവും കടുത്ത തീരുമാനം എന്തായിരുന്നു? ഇതിൽ കടുത്ത തീരുമാനങ്ങളല്ല ഇതിന് വന്നുള്ളത്. ഇത് വളരെ സ്ലോ മോഷനിലാണ് പോയത്. സ്ലോലി ഓരോ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയ തീരുമാനം എടുത്തിട്ടില്ല. അതിൽ ആദ്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ കടം കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ഫണ്ട് അതിൽ നിന്ന് പിൻവലിക്കാതിരിക്കുക. അത് പ്രധാന ഘടകമാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മാനേജർ വന്നിട്ട് പറയുന്നു, സാർ ഒരു 5 വണ്ടി വാങ്ങിക്കണം നമുക്ക്, എന്നാലാണ് മാർക്കറ്റിലെ ഡിസ്ട്രിബ്യൂഷൻ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 5 വണ്ടി ക്യാഷ് കൊടുത്ത് മേടിക്കാനോ അല്ലെങ്കിൽ ബാങ്ക് വഴി മേടിക്കാനോ സംവിധാനം ഓൾവേസ് ചെയ്തു വെച്ചിരിക്കണം ഞാൻ. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് മേടിച്ചു. അപ്പോൾ കറക്റ്റ് ടൈമിന് അത് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പോൾ അത് ഞങ്ങളുടെ ബിസിനസ്സിന് അനുകൂലമായിട്ടാണ് നിൽക്കുക, പ്രതികൂലമാവില്ല. കാരണം ഇത് ചിലപ്പോൾ 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് മേടിച്ചാലും മതി. പക്ഷേ അപ്പോഴേക്കും ഇതിൻ്റെ പല നഷ്ടങ്ങളും നമുക്ക് പറ്റും. വേറെ ആരെങ്കിലും ആ ഭാഗത്ത് വന്ന് കയറുകയോ മറ്റൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ പല കമ്പനികളും ഉള്ളതെന്ന് വെച്ചാൽ അതിന് ഓണർമാരൊന്നും ഇവിടെ ഇല്ല. ഇവിടെ വേറെ ഭാഗത്ത് ഇരിക്കുന്നവരൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ഭയങ്കര ടൈമിങ്. ഇത് വന്നിട്ട് രാവിലെ ഡോർ തുറന്നിട്ട് എന്നോട് ചോദിച്ചാൽ അപ്പോൾ തന്നെ തീരുമാനമായി. ഇതൊക്കെയാണ് ഇതിൻ്റെ അനുകൂല ഘടകങ്ങൾ. ഇപ്പോൾ നിങ്ങളിവിടെ ഈ ചെയ്യുന്നതിന് നിങ്ങളൊരു ബോസ് ഉണ്ട്. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോസ് ഇരിക്കുന്നത് ലണ്ടനിലോ ദുബൈയിലോ ഒക്കെ ആണെങ്കിൽ തൂത്ത് നടത്തണം പലതും. അപ്പോൾ വരുമ്പോഴേക്കൊക്കെ സമയം ഇവിടെ പോകും. ആ സമയത്ത് ബോസ് ഇവിടെ അടുത്ത ഓഫീസിൽ ഇരിക്കണമെങ്കിൽ പോയി ചോദിച്ചാൽ പോരെ. സിമ്പിൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ഖത്തർ എന്ന് പറയുന്ന രാജ്യം നമ്മൾ പറഞ്ഞ പോലെ പ്രതിസന്ധികൾ കണ്ടു, എന്താ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മഹാമാരികൾ കണ്ടു, ഇപ്പോൾ അടിയന്തര സാഹചര്യം കാണുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ രാജ്യത്തിന് 2030 എന്ന് പറയുന്നൊരു വിഷൻ ഉണ്ട്. അതെങ്ങനെയാണ്? അതെ, ഖത്തർ അത് കംപ്ലീറ്റ് ചെയ്യും, ഉറപ്പാണ്. അത് ഫുൾഫിൽ ചെയ്യും. അതിനെന്താ വെച്ചാൽ ഖത്തർ കൂടുതൽ ഈ ടൂറിസമോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർ ഇവിടെ റിസോഴ്സ് ഉണ്ട്, അവരെ ആ റിസോഴ്സിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കൂടാതെ ജനങ്ങളിൽ സർക്കാരിന് നല്ല വിശ്വാസമുണ്ട്. പിന്നെ സർക്കാർ കറക്റ്റും മോണിറ്റർ ചെയ്തിട്ട് തന്നെ പോകുന്നു. ഒരു പ്രശ്നം വരികയാണെങ്കിൽ എന്ത് വേണം എന്നുള്ളത് ഒരു തീരുമാനം ഉണ്ടല്ലോ, അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുള്ളൊക്കെ അറേഞ്ച്മെന്റ്സ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ആ ഡിഫറെന്റ് എമൗണ്ട് അപ്പം തന്നെ തരണത്. മനസ്സിലായി, കംപ്ലീറ്റ് ചെയ്യാണ്. പിന്നെ നല്ല വിൽ പവറുള്ള ഭരണാധികാരി എന്ന് പറയുമ്പോൾ ബ്ലോക്കേഡൊക്കെ വന്നിട്ട് എന്ത് സ്ട്രോങ് ആയിട്ടാണ് ഖത്തറിൻ്റെ അമീറൊക്കെ നിന്നത്. എന്നിട്ട് ആരും പറഞ്ഞ അഗ്രിമെന്റിലേക്കൊന്നും കക്ഷി പോയിട്ടില്ലല്ലോ. മനസ്സിലാക്കി അത് നമ്മളെ അയൽ രാജ്യങ്ങളാണെങ്കിലും അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരല്ലേ ചെയ്തത് വീണ്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പലർക്കും തീരുമാനങ്ങൾ എടുക്കുക, എനിക്ക് തോന്നിയൊരു സംഭവം, ഞാൻ പുറത്തെ ആളുകളെയൊക്കെ കാണാൻ പോകുമ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം, എല്ലാവരും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. ഇപ്പോൾ പൈസ മുടക്കുന്നതാണെങ്കിലും ശരി, നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ചെന്നാലും ശരി, എവിടെ ചെന്നാലും ശരി, ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. അപ്പോഴും ആളുകൾ പറയുന്നത് കേൾക്കാം, ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പലതരത്തിൽ. എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൽ തിരിച്ചറിയുന്നത്? അത് ഞാൻ 1974 വന്നപ്പോഴേ നമ്മൾ സംസാരിക്കുമല്ലോ, അപ്പം അന്നും പറഞ്ഞിരുന്നു ഗൾഫിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ രക്ഷമൊന്നുമില്ല എന്ന് പറഞ്ഞു. 74
എന്നിട്ട് ഇത്രയും വർഷം 50 വർഷം എത്തിയിട്ട് ഓപ്പർച്യൂണിറ്റി കുറേയല്ലോ ഉണ്ടായത്. പല മേഖലകളും വലുതാ വലുത്. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു രാജ്യം, ആ രാജ്യത്തിലുണ്ടായിരുന്ന ആൾക്കാർ ദിവസം എണ്ണം കൂടുകയാണ്. ഇവിടെ പോപ്പുലേഷൻ കൂടുകയാണ്. ഇവിടുത്തെ ലോക്കൽസിൻ്റെ പോപ്പുലേഷൻ കൂടുന്നു, പുറത്തുള്ളവർ കൂടുന്നു. അതിനനുസരിച്ച് രാജ്യം വികസിച്ചേ പറ്റൂ. അതൊരു നിർബന്ധമാണ്. ആ പഴയ ബിൽഡിങ്ങും പഴയതായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നു, താമസ സൗകര്യം വരുന്നു, റോഡുകൾ വരുന്നു, എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ വരുന്നു. ഇതൊക്കെ വികസിച്ചേ പറ്റൂ. ചില സമയങ്ങളിൽ ഇങ്ങനത്തെ ക്രൈസിസ് വരുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഖത്തറിനെ സംബന്ധിച്ചിട്ട് ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഒരു ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ക്രൈസിസ് വന്ന നിലക്ക് ഇപ്പോൾ ഈ ഷിപ്പുകൾ വരാത്തയും മറ്റൊക്കെ ഉള്ളത് കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് കഴിഞ്ഞാൽ അത് കറക്റ്റ് വരും. വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പായിട്ട്, ഒറ്റ ദിവസം കൊണ്ടല്ല, സ്റ്റെപ്പായിട്ട് അത് ക്ലിയർ ചെയ്യും. ഈ നാട് വളരെ സുരക്ഷിതമാണ് നമുക്ക്. ഞാനിപ്പോൾ ദുബൈയിലും അബുദാബിയിലും പലയിടത്തും ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നത് ഇവിടെയാണ്. എല്ലായിടത്തും പോകാൻ ഉദ്ദേശിച്ച സമയത്തേക്ക് അവിടെ എത്തും. ഇവിടെ മനസ്സിലായി. പിന്നെ താരതമ്യേന മറ്റുള്ള ദുബൈനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ആ പല ചിലവുകളും കുറവാണ് ഇവിടെ. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവിടെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടെയൊക്കെ ചിലവ് കൂടുതലാണ്. ഇവിടെ ആ ചിലവ് കുറവാണ്. അപ്പോൾ ആരും ഇതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. എന്ത് കാര്യം വരുമ്പോഴും ഇപ്പോൾ ഒരു നാട്ടിൽ കലാമിറ്റി ഉണ്ടായല്ലോ, വെള്ളപ്പൊക്കം ഇതൊക്കെ ഉണ്ടായല്ലോ, അതുകൊണ്ട് നാട് ഇവിടെ വിളിച്ചു പോയൊന്നുമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ റിക്കവർ ചെയ്ത് വന്നില്ലേ. നാട്ടിലെന്ത് ബിസിനസ്സൊക്കെ ഉള്ളത്? നാട്ടിലങ്ങനെ ബിസിനസ് ഉണ്ട്. മറ്റു രാജ്യങ്ങളിൽ വാടക കിട്ടുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മറ്റു രാജ്യങ്ങളിൽ എനിക്ക് പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പുറത്തുള്ള രാജ്യങ്ങളിൽ പ്രോപ്പർട്ടി ഉണ്ട്. വില്ല ഫ്ലാറ്റൊക്കെ ആയിട്ടുണ്ട്. വെക്കേഷൻ സ്ഥലങ്ങളാണോ? പിന്നെ അബുദാബിയിൽ എനിക്കൊരു ഡെസർട്ട് ടൂർസ് ആൻഡ് സഫാരി എന്നിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് ഒരു ബിസിനസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് നിഷ്ക ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് ദുബായിൽ ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്. ആദ്യത്തെ പാർട്ട്ണറാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറാണ്. ഇവിടുത്തെ പുതിയ സംരംഭങ്ങൾ എന്തൊക്കെ? ഇവിടെ നോബൽ സ്കൂളിൻ്റെ ഡയറക്ടറാണ്. ഡയറക്ടർ നല്ല ആളാണ്. പിന്നെ നൈസ് വാട്ടറിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട് അതിൽ. പിന്നെ അങ്ങനെ ബ്രാസിക്കാസ് എന്നിട്ടുള്ളൊരു ഹെൽത്ത് ഫുഡിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ കെമിക്കൽ ഫാക്ടറി ഉണ്ട്, അതുണ്ട്. ഡിറ്റർജൻ്റൊക്കെ ഉണ്ടാകും. എൻ്റെ സ്വന്തമല്ല, ഞങ്ങൾ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഓഫ് ദ മൈക്ക് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് മനസ്സിലായി. യാത്ര എപ്പോഴും നമ്മൾ മൈൻഡൊന്ന് ഫ്രഷ് ആക്കാൻ നല്ലതാണ്. യാത്ര പോയിട്ട് അവിടെ ആകെ അടിച്ചു പൊളിക്കുക എന്നുള്ളതല്ല, റിലാക്സ് ചെയ്തിട്ട് പല സ്ഥലത്തിലും ചെന്നിരിക്കുക, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എല്ലായിടത്തും ലോകത്ത് എവിടെ ചെന്നാലും ടൗൺ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരുപോലെയാണ്. മാള്, ഈ മാളും ആ മാളൊക്കെ അവിടുത്തെ മാളൊക്കെ സെയിമാണ്. എനിക്കതിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലം, എല്ലാത്തിനും ഇഷ്ടം ചൈന. നല്ല സ്ഥലമാണ്. അല്ല, അവിടെ ആ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ, നമ്മൾ ന്യൂയോർക്കിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ 25 ഇരട്ടി ബെറ്റർ അവിടെ. പക്ഷേ പഴയ സിറ്റി ആയതുകൊണ്ടായിരിക്കാം. ടോക്കിയോയിൽ പോയിട്ടുണ്ട്, അതൊക്കെ പഴയ സിറ്റി. പണ്ട് ടോക്കിയോ ന്യൂയോർക്ക് എന്നൊക്കെ അല്ലോ പറയാം. ചൈനയിലാണ് പോയി കാണുന്നത്. ഭയങ്കര സംവിധാനം. പിന്നെ ലിവിങ് കോസ്റ്റ് വളരെ കുറവാണ്. ഹോങ്കോങ്ങിൽ ഒരു $500 കൊടുത്ത് റൂം എടുക്കണമെങ്കിൽ ഇവിടെ $100 കൊടുത്താൽ മതി. $100 കിട്ടും ചൈനയിൽ. നല്ല വിശാലമായ റൂമൊക്കെ. അങ്ങനെ ഫുഡും ഭക്ഷണമൊക്കെ താരതമ്യേന നല്ല നമുക്ക് ആവശ്യമുള്ള ഫുഡ്. ഇന്ത്യൻ ഫുഡ് കിട്ടും അവിടെ, അറബിക് ഫുഡൊക്കെ കിട്ടും. വലിയ വില ഒന്നുമില്ല, ഒരു ആവറേജ് വിലയിൽ. ഞാൻ നന്നായി പറഞ്ഞു ചെയ്തിരുന്നു പണ്ട് ഒറ്റക്കൊക്കെ താമസിക്കുന്ന കാലത്ത്. എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത്? അത് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, അതെനിക്കറിയില്ല. കറികളുണ്ടാക്കും, മീനിൻ്റെ കറി ഉണ്ടാക്കും, ചിക്കൻ മട്ടനൊക്കെ ഉണ്ടാക്കും. ഇതെല്ലാം ഇപ്പോൾ ഇത് 4 സാധനമല്ലേ ഉള്ളത് നമ്മൾ കഴിക്കണത്. തിരിച്ചു മറിച്ച് അത് അങ്ങോട്ടും കൊണ്ടാക്കി കഴിക്കാന്നല്ലേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴുള്ള സൗഹൃദങ്ങൾ, ഇപ്പോഴുള്ള ആ ഒരു കാര്യപ്പെട്ട കാമ്പുള്ള സൗഹൃദം. ഞാനേ സ്ഥിരമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇരിക്കില്ല.
ഉള്ളവരായിട്ടുള്ള ബന്ധം ഞാൻ എല്ലാം നിലനിർത്തും. അങ്ങനെ എൻ്റെ ഒഴിച്ചുവിടാൻ പറ്റാത്ത സുഹൃത്തുനിന്നോ അങ്ങനത്തെ സുഹൃത്ത് ബന്ധം എനിക്കില്ല. ഞാൻ അധികം എൻ്റെ ഫാമിലി, എൻ്റെ ബ്രദേഴ്സൊക്കെ ആയിട്ടാണ് ആ ബന്ധങ്ങളും നിലനിർത്തിയിരുന്നത്. കാര്യങ്ങളൊക്കെ അങ്ങനെ അല്ല, അങ്ങനത്തെ ബന്ധം കണ്ടമാന സുഹൃത്തുക്കളുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അവരൊക്കെ ആയിട്ട് എപ്പോഴും ബന്ധപ്പെടാവുന്ന ഒരു ബന്ധമായിട്ട് നിലനിർത്തി പോകുന്നു. എപ്പോഴും നമുക്ക് എപ്പോഴും ഒരു ആക്സസ് ഉള്ള ബന്ധമായിട്ട് നിർത്തിയിരിക്കുന്നു. തെറ്റും കുറ്റങ്ങളൊന്നുമില്ല. പിന്നെ അഭിപ്രായങ്ങളുള്ളത് ഞാൻ തുറന്ന് പറയണോണ്ട് എന്നെ പലർക്കും ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്ന അഭിപ്രായം പറയും. അതിപ്പോൾ അപ്പുണ്ണിയോട് പറയാൻ മുടി കുറച്ചും കൂടി ഒതുക്കി വെക്കണം എന്ന് പറയുമ്പോൾ അപ്പുണ്ണി ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം പറയണത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്ന അഭിപ്രായം പറയും. കാരണം എനിക്ക് പുണ്ണി മുടി ശരിയാക്കിയാണ്ടൊന്നും എനിക്കൊന്നും കിട്ടാനില്ല. മറ്റുള്ളവർക്ക് തോന്നി മോശമാവുന്നുള്ള ആൾക്കാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും. ഒരു കാര്യവും എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല. കഴിയുന്നതും ഒരു ചായ ഞാൻ ഒരാളിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്, 2 ചായ മേടിച്ചു കൊടുക്കും. കഴിയുന്ന ഒഴിവാക്കും, അത് കുടിക്കാതിരിക്കാൻ. കാരണം ഒരാളെ ഔദാര്യം പറ്റണ്ടെന്നുള്ള ജന്മനാളുള്ളൊരു സ്വഭാവമാണ് അത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ തൃശ്ശൂരുകാർക്ക് എന്താ ഒരു രഹസ്യം? ഇവിടെ ഇമാതിരി കച്ചവടം ചെയ്യാൻ നിങ്ങൾ തൃശ്ശൂരുകാർ അതിൻ്റെ ഉള്ളിൽ എന്താ കഥ? അല്ല, തൃശ്ശൂർക്കാർക്ക് ഇതൊക്കെ പലതും ജന്മനാളുകളിൽ കിട്ടിയിട്ടുള്ള ഒന്നല്ല. എൻ്റെ പാരമ്പര്യമായിട്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടി വന്ന ഒന്നല്ല. വന്ന് ജോലി ചെയ്ത് അതിന് വന്ന് കണ്ട് നോക്കി. പണ്ട് നമ്മൾ പറയില്ലേ ചക്ക വീണിട്ട് മുയലെത്തുന്നൊക്കെ, അതുപോലെ ഒരു കാര്യം നടത്തി നോക്കി. അന്നത്തെ മാർക്കറ്റിന് ഒരു അത്യാവശ്യമുള്ള സംഭവമായിരുന്നു. അതുകൊണ്ട് അത് സക്സസ് ആയി. അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് സക്സസ് ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരിട്ടിട്ട് വേറെ ബിസിനസ്സിന് പോയിട്ടില്ല. ആരെങ്കിലും കഴിവുള്ളവർ ചെയ്യണമെങ്കിൽ അതിൽ പോയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്യുക, അവർക്കൊന്ന് കൈ കൊടുക്കുക. അതെ അതെ. ഒരു കാര്യം, അങ്ങനത്തെ ഒരു ബിസിനസ്സിലും ഞാൻ ഇൻവോൾവ് ചെയ്യാറില്ല ഡയറക്റ്റ്. കണക്ക് വരെ ഇപ്പം എനിക്ക് അബുദാബിയിൽ നിന്നൊക്കെ കണക്ക് ഒരു മാസം അയച്ചു തന്നാൽ ഞാൻ ഒരു മാസം അയക്കണ്ടഞ്ഞി, കൊല്ലത്ത് തന്നാൽ മതി. 12 കണക്കല്ലേ ഉണ്ടാവുള്ളൂ, 12 മാസത്തെ. അതെന്താ കാര്യം വെച്ചാൽ അവരാണ് നടത്തുന്നത് മുഴുവൻ, എൻ്റെ എല്ലാ കാര്യം ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൽ പോയിട്ട് ഇതെന്താ ചിലവ്, ആ ചിലവ് ഇന്ന് ചോദിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. അതിന് കഴിഞ്ഞ് കുറച്ച് കാശ് ഏതെങ്കിലും ഞങ്ങൾക്ക് പോയാലും കുഴപ്പമില്ല, ബാക്കിയുള്ളത് തരുന്നുണ്ടല്ലോ. ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് തന്നെ ഞാൻ തീരെ ഇൻവോൾവ് ചെയ്യില്ല പോയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കമ്പനി ഉണ്ടെന്ന് നൈസ് 5 കൊല്ലമായി ഞാൻ ആ കമ്പനിയിലേക്ക് പോയിട്ട്. എൻ്റെ പഴയ ഫാക്ടറി ആയിരുന്നു അത്. 5 വർഷമായിട്ട് ഞാൻ പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സെയിം ബിസിനസ് അങ്ങോട്ടും ചെയ്യുന്നത്. അതിൻ്റെ മാനേജ്മെൻറ്റിനൊക്കെ വെച്ചിട്ട് വേറെ പാർട്ട്ണർ ഉണ്ടല്ലോ. ഞാൻ അതെന്തെങ്കിലും കണ്ടിട്ട് ഞാൻ ഇവിടെ ഓടുന്ന ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അവർ വിചാരിക്കണ്ട. അവിടെ പോകില്ല, പോയില്ലെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അവർ അയച്ചു കൊടുക്കും. അങ്ങനെ മേടിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലതിലും ഞാൻ ഇൻവോൾവ് ചെയ്യാറില്ല. പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര സരസമായിട്ട് സംസാരിക്കും, ഭയങ്കര രസികനായിട്ട് സംസാരിക്കും. എപ്പോൾ സംസാരം അങ്ങനെയാണോ? പിന്നെ പാട്ടൊക്കെ പാടുമോ? പാട്ട് പാടില്ല, നല്ല കേൾവിക്കാരാണ്. പാട്ട് ശ്രവിക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്ക്. എല്ലാ പാട്ടുകളും, ഇപ്പം പഴയ മലയാള പാട്ടുകൾ, പഴയ ഹിന്ദി പാട്ടുകൾ, ഇപ്പോഴത്തെ ഒന്നും ഇഷ്ടമല്ല. ആ പിന്നെ എനിക്ക് അടിപൊളി പാട്ടുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. മെലഡി മാത്രമേ ഇഷ്ടമുള്ളൂ. മെലഡി മാത്രമേ ഇഷ്ടമുള്ളൂ. ആ എനിക്ക് സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ സ്പോൺസർഷിപ്പിൽ കാണാമല്ലോ. അല്ല അതിപ്പോൾ വരുമ്പോഴേ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുകൊണ്ട് ചേർന്നാണ് അതിലൊക്കെ. നമുക്കതുകൊണ്ട് വെള്ളത്തിൻ്റെ ബിസിനസ് ഒന്നും കൂടുന്നില്ല. ഇവന്റ് ഓർഗനൈസേഴ്സ് അതൊന്നും കൂടുന്നില്ലേ? അത് കറക്റ്റ് ബോധ്യമുണ്ട്. പിന്നെ നല്ല ബോധ്യല്ലേ. എന്നിരുന്നാൽ തന്നെ ഞാൻ മാധ്യമത്തിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് എല്ലാവരായിട്ടും എല്ലാ മാധ്യമത്തിൻ്റെ ആൾക്കാരായിട്ടും ഞാൻ നല്ല ബന്ധമാണ്. തീർച്ചയായിട്ടും കംപ്ലീറ്റ് എപ്പോഴും ചെയ്യാൻ പറ്റില്ലല്ലോ, എന്നാലും ഇടക്കിടക്കൊക്കെ ഞാൻ അങ്ങനെ ചില ഇത് കൊടുക്കും. അതൊന്നും അതിൻ്റെ റിസൾട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അതാ ബന്ധം നല്ല നിനക്ക് നിന്ന് പോട്ടെ എന്നുള്ളത് നമുക്ക് ചെയ്യാമെന്നാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഈ അഭിമുഖമൊക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഖത്തറിൽ വന്നിട്ട് മറക്കാൻ പറ്റാത്തൊരു നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? പെട്ടെന്ന് ചിലപ്പോൾ സുഖമായിരിക്കാം, സന്തോഷമായിരിക്കാം, ദുഃഖമായിരിക്കാം, എന്തോ. അല്ല, അതിൽ മറക്കാൻ പറ്റാത്ത വെച്ചാൽ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടല്ലോ. ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, അന്ധമായിട്ട് അന്യോന്യം വിശ്വസിക്കണം.
വിശ്വസിക്കണം. എപ്പോൾ ആ വിശ്വാസത്തിന് എവിടെയെങ്കിലും തകരാറ് പറ്റിയോ അപ്പോൾ മുതൽ ആ ബിസിനസ് പൊളിഞ്ഞു പോകും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കണ്ടമാനം അവരിലേക്ക് ഇറങ്ങി ചെന്നാലാണ് വിശ്വാസം തകരാറാവുക. അപ്പോൾ അവർ നടത്തണ പോലെ അവർ നടത്തട്ടെ, അത് നമ്മൾ വെക്കുക. നമ്മളെ പറ്റിക്കപ്പെടുകയാണ് എന്നുവെച്ചിട്ടും പറ്റിച്ചോരും ആരും എന്നെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പലതിലും ഒറ്റ രക്ഷപ്പെട്ടിട്ടില്ല. പറ്റിച്ചിട്ട് കുറച്ചല്ലേ കിട്ടുള്ളൂ. ഞാനും താനും കൂടി ചെയ്യുന്ന ബിസിനസ്സിൽ ലാഭം വരുന്നുണ്ട്. ലാഭം വന്ന് ഇപ്പോൾ 50,000 റുപ്യ ലാഭം വന്ന് അത് താൻ പറ്റിച്ച് 40,000 റുപ്യ എടുത്ത് 10,000 എനിക്ക് തന്നു വെച്ചോ, താനത് വേറെ അടുത്ത് കൊണ്ടുപോകുന്നിട്ട് അത് കയ്യിന്നാ പോകും. എൻ്റെ 10 എൻ്റെ കയ്യിലിരിക്കും കേട്ടോ. ഇത് 40, ഒരു 20, വല്ല 30 കൂടി കൂട്ടിയിട്ടാവും അതിലിട്ടുണ്ടാവുക. അത് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ള കഥകൾ എനിക്ക് നല്ല അനുഭവമാണ്. പലതും ചെയ്തിട്ട് പലരും എൻ്റെ കൂടെ നിന്നിരുന്ന ആൾക്കാർ അത് അകാരണമായിട്ട് ഒരു കാരണമില്ലാതെ ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് അതിൽ നിന്നൊക്കെ പോയത്. അപ്പോൾ അവരൊക്കെ ഫെയിലിയറാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഹലാല ഹക്കായിട്ട് ഹക്ക് എന്ന് പറയുന്നത് വെച്ചാൽ റൈറ്റ് മണി നമ്മൾ എടുക്കുക, സത്യമുള്ള പണം. അതെ, അതാ ലാഭത്തിൻ്റെ വിഹിതത്ത അത് നിലനിൽക്കും. അല്ലെങ്കിൽ എന്തുണ്ടാകുന്ന വെച്ചാൽ മറ്റവൻ എന്ത് ചെയ്യും, കുറച്ച് കൂടുതൽ എടുത്തിട്ട് ആ കാശ കൊണ്ടിട്ട് കൂടുതൽ ലാഭം കിട്ടുന്ന എന്തെങ്കിലും കൊണ്ടിടും, അതും പോവും, പിന്നെ കടവും അങ്ങനൊക്കെ ആയിട്ട് പ്രശ്നങ്ങളായിട്ടുള്ള ആൾക്കാരെ എനിക്കിപ്പോൾ നമ്മുടെ അനുഭവത്തിലുണ്ട്. തിരിച്ച് എൻ്റെ ഇതിലേക്ക് വന്ന ആൾക്കാരുണ്ട്. അന്നൊക്കെ പ്രശ്നമായിട്ട് പോയിട്ട് ഇതിലേക്ക് തന്നെ വന്നിട്ടുണ്ട്, സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. 52 വർഷമായിട്ട് പ്രവാസി. 52 വർഷമായിട്ട് ഈ തൃശ്ശൂർ ഭാഷ വിട്ടു പോകാതെ എങ്ങനെ കൂടെ നിൽക്കുന്നത്? കാരണം വെച്ചാൽ നാട്ടിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ പുറത്തില്ല. അതെന്താ വെച്ചാൽ അത് ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ തൃശ്ശൂരാണ് നല്ല ഭാഷ. എന്നുവെച്ചാൽ നല്ല ഭാഷ ഉപയോഗിക്കുന്നത് തൃശ്ശൂരാണ്. ഒരു കണ്ണൂക്കാരും ഉപയോഗിക്കുന്നത് ഒരു ഇവിടെ തെക്കൻ ഭാഗത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ. നിങ്ങൾ ഒരു 10 വാക്കെടുത്ത് നോക്ക്. ഞാൻ അച്ചടി ഭാഷയാണ് സംസാരിക്കുന്നത്, ഏറെക്കുറെ അച്ചടി ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത്. പുണി എവിടെ സ്ഥലം? എറണാകുളം. ശൈലിയിലും വ്യത്യാസമുണ്ട് പലതും. സംസാരിച്ചു വന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ അച്ചടി ഭാഷ അല്ല. മലബാറിലേക്ക് പോയാൽ അവിടെ വ്യത്യാസമുണ്ട്. തെക്കോട്ട് പോയാൽ എന്താണെന്ന് ചോദിക്കുമോ അവർ? ഞാൻ ചോദിക്കട്ടെ, തെക്ക് ഭാഗത്ത് പോയാൽ എന്താന്ന് ചോദിക്കുമോ? എന്നാന്ന് ചോദിക്കുള്ളൂ. എന്താണ് ബാക്കിയില്ല മലയാളത്തിൽ. എന്താണെന്നുള്ളതിൻ്റെ നമ്മൾ ഷോർട്ടായിട്ട് എന്താ എന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. എന്താണ് എന്ന് ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ എന്നെയാണ് പറയാൻ. എൻ്റെ അവസ്ഥ ചോദിച്ചു കുടുങ്ങി എന്നുള്ളതായി. അല്ല, ഞാൻ പറഞ്ഞതേ ഒരു പരിധി വരെ. പിന്നെ ശൈലിയാണ് തൃശ്ശൂർ ശൈലി. അത് ഉപയോഗിക്കുന്നത് ചില കോട്ടപ്പടി ചില ഭാഗമുണ്ട് ഞങ്ങളുടെ ക്രിസ്ത്യൻസ് ഉപയോഗിക്കുന്നതാണ്, അല്ലാത്തവർ ഉപയോഗിക്കുന്നില്ല. ആ സമയത്ത് കോഴിക്കോട് ഉപയോഗിക്കുക. കോഴിക്കോട് ഹിന്ദു ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ആ മാപ്പിള ശൈലിയിൽ സംസാരിക്കുക. ഭക്ഷണം വരെ അവരോട്. അവിടെ ഓണത്തിനും വിഷുവിനൊക്കെ നോൺ വെജ് ഇല്ലാത്ത ഓണം വിഷുവൊന്നും അവർക്കില്ല. ഇല്ല, അവർ നോൺ വെജോട് കൂടിയിട്ടാണ് അവർ അത്. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഒരു പരിധി വരെ ഞാൻ സംസാരിച്ച് കേട്ടല്ലോ, ഒരു പരിധി വരെ ഈ ഭാഷനെ ഞാൻ വക്രീകരിച്ചിട്ടില്ല. ചെറുപ്പം തൊട്ട് ഇങ്ങനെ അല്ല, അത് നമ്മൾ പ്രത്യേകിച്ച് പഠിച്ചോന്നല്ല. നമ്മൾ പിന്നെ നാട്ടിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചില ഭാഷകളുണ്ട്, അങ്ങനെയൊക്കെ അത്ര തന്നെ ഉള്ളു. ഇപ്പോൾ വടക്കൻ ഭാഗത്തേക്ക് പോയാൽ റോഡിന് എന്താ പറയാന്നറിയാം? ചെത്തേമ്പൽ എന്നാ പറയാ. ചെത്തുവഴി ഉണ്ടല്ലോ, അത് ലോപിച്ചിട്ട് ചെത്തേമ്പൽ എന്ന് പറയാം. പിന്നെ തൊടി അടി ചാടിക്കോളാൻ നമ്മളോട് ചാടാനല്ല, സാധനം പുറത്ത് കളയാനാണ്. ഞങ്ങൾക്ക് ജില്ലാലാന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇത് തന്നെയാണ്. ഓരോ ജില്ലയിൽ ഓരോന്നിനെ എന്ത് പേര് വിളിക്കുന്നു എന്നുള്ളതൊക്കെ. എവിടെയെങ്കിലും ചെന്നാൽ, ഒരു സദസ്സിൽ ചെന്നാൽ, ഒരു സമൂഹത്തിൽ ചെന്നാൽ, ഒരു ഗ്യാങ്ങിൽ ചെന്നാൽ അവിടെ അട്രാക്ഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ അട്രാക്ഷൻ വരും, ഉണ്ടാക്കും. അതൊരു ഹ്യൂമർ കലർത്തിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതെ.
പല കാര്യങ്ങളും ഒരു തമാശ രൂപത്തിൽ സംസാരിക്കാന്നുള്ളതാണ്. ഒറ്റപ്പെട്ടിട്ടൊക്കെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാവാട്ടാ, ഒറ്റപ്പെട്ടിട്ടൊക്കെ വളരെ ഒറ്റപ്പെട്ടിട്ട്. അപ്പം അത് നമ്മളെ സദസ്സൊക്കെ കണ്ടിട്ടല്ലേ സംസാരിക്കുക. അതിന് ചില കവിതാശാലകളും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ മീറ്റിങ്ങിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയും ചിലതൊക്കെ. 2 കവിത പാടിയാൽ അല്ല അതൊന്നുമില്ല, അങ്ങനെയല്ല, അത് ചെറിയ കാര്യം. എന്തായാലും അഷ്റഫൊക്കെ ഒരുപാട് സന്തോഷം. അതെ ഒരു ഈ കുറച്ച് തൃശ്ശൂരുകാരനായ അഷ്റഫ് ഇപ്പൊ സഫ അഷ്റഫ് തന്നെയാണ് അറിയപ്പെടുന്നത്. അതെ അതെ, പറഞ്ഞാലും അഷ്റഫ്മാർ കുറെ ഉണ്ട്. അഷ്റഫ് എനിക്ക് തന്നെ അഷ്റഫ്മാരുടെ സമ്മേളനം തന്നെ ഞാനുണ്ടല്ലോ പ്രധാനമന്ത്രി. അപ്പൊ സഫ അഷ്റഫ് ആയിട്ടുള്ള ഈ സംഭാഷണം അടിപൊളിയായിരുന്നു, വളരെ രസകരമായിരുന്നു. പറയരുത് അടിപൊളി എന്ന് പറഞ്ഞൊരു വാക്കില്ല, അത് പറയരുത്. അടി അതൊക്കെ നമ്മളെ അടി എന്ന് പറഞ്ഞുണ്ട്, പൊളി എന്ന് പറഞ്ഞുണ്ട്, 2 വാക്കുണ്ട്. വാക്കില്ലായില്ല, അത് നമ്മൾ അത് ആ ശൈലിയിൽ ഉപയോഗിക്കാന്നുള്ളൂ. അടി എന്ന് അടിക്കുന്നതിന് അടി എന്ന് പറയില്ലേ, പൊളി തന്നെ പൊളിക്കുന്നതിന് അതും പറയും. ഭാഷ ഉണ്ടെന്നല്ലോ ഇതില്ല. ചെത്തേമ്പൽ എന്നിട്ടൊരു വാക്ക് കേട്ടിട്ടുണ്ട്. എന്താ എന്താ സാധനം. പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ കണ്ടതിൽ സന്തോഷം, നമ്മളെ ഇതൊക്കെ ചെയ്തതിന് സന്തോഷം, അടിപിടിച്ച് കേട്ടതിൽ, നമ്മളെ ജീവിതാനുഭവങ്ങൾ കേട്ടതിൽ സന്തോഷം.